ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോണത് നല്ലൊരു സ്നാക്സ് തന്നെയാണ് കേട്ടോ. ഈവനിങ് നല്ല എപ്പോഴും കഴിക്കാൻ തോന്നുന്ന നല്ലൊരു സ്നാക്സ് തന്നെ നമ്മൾ ഉണ്ടാക്കാൻ പോണത്. അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കുന്നതും ഇതിലേക്ക് എന്തൊക്കെയാണ് സാധനങ്ങൾ വേണ്ടി നമുക്ക് നോക്കിയാലോ. അപ്പോൾ ആദ്യം ഒരു പാത്രത്തിലേക്ക് 1 കപ്പ് മൈദയാണ് നമ്മൾ ചേർത്തുന്നത്. അതിലേക്ക് ചെറിയൊരു സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കുക. ഇനി പാകത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കണം. പിന്നെ നമുക്ക് വേണ്ടത് ഈസ്റ്റാണ്. ഈ ഒരു ചെറിയ കുപ്പിയിൽ 1 സ്പൂൺ ഈസ്റ്റ് ഉണ്ടാവും കേട്ടോ. അത് ഫുള്ളായിട്ടാണ് നമുക്ക് ഇതിലേക്ക് വേണ്ടത്. പക്ഷേ നോമ്പൊക്കെ ആയതുകൊണ്ട് നമുക്ക് കുറച്ച് ഈസ്റ്റ് ചേർത്ത് കൊടുക്കുക. ഇനി നമുക്ക് വേണ്ടത് ലൈറ്റ് ചൂടുവെള്ളമാണ്. ചെറിയൊരു ചൂടുള്ള വെള്ളമാണ് നമുക്ക് വേണ്ടത്. അത് ചേർത്തിട്ട് നമുക്ക് ആദ്യം നല്ലോണം ചപ്പാത്തിക്ക് കുഴക്കുന്ന രൂപത്തിൽ നല്ലോണം കുഴച്ചെടുക്കണം. അപ്പം നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള ബെല്ലേക്ക് അമർത്താൻ മറക്കരുത്. അപ്പോൾ കുറച്ച് വെള്ളം ഒഴിച്ചതിന് ശേഷം നമുക്ക് ഇതൊന്ന് കുഴച്ചെടുത്തുക്കണേ. ഇനി ലാസ്റ്റ് കുറച്ച് ഓയിൽ ഇതേപോലെ ഒന്ന് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് നമുക്ക് നല്ലോണം ഒന്നുകൂടി ഒന്ന് കുഴച്ചെടുക്കണം കേട്ടോ. ഈ സമയത്തൊക്കെ കുറച്ച് കൂടുതൽ ഓയിൽ ഒഴിച്ചെടുത്ത് കുഴക്കുകയാണെങ്കിൽ നല്ലോണം മാവ് സോഫ്റ്റ് ആവുകയും ചെയ്യും, നല്ല പൊന്തി വരും ചെയ്യും. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ നോമ്പൊക്കെ ആയതുകൊണ്ട് നമുക്ക് കൂടുതലായിട്ട് ഓയിലും ഈസ്റ്റൊന്നും ചേർക്കാൻ പറ്റില്ല. ഇനി നമുക്ക് വേണ്ടത് കുറച്ച് ചിക്കനാണ്. അത് ഞാൻ എല്ലില്ലാത്ത ചിക്കൻ ഇതുപോലെ ചെറുതായിട്ട് ഇത് മുറിച്ചെടുത്തിക്കണം. നല്ലോണം ചെറുതായിട്ട് മുറിച്ചെടുക്കുക. അതിലേക്ക് നമുക്ക് 1/4 ടീസ്പൂൺ ചിക്കൻ മസാലയാണ് ചേർത്ത് കൊടുക്കുന്നത്. പിന്നെ നമുക്ക് വേണ്ടത് 1/2 ടീസ്പൂൺ മുളകും പൊടിയാണ് കേട്ടോ. അപ്പം മുളകും പൊടി നല്ല കളറിലെ മുളകും പൊടിയാണ് നമ്മൾ എടുക്കുന്നത്. എരിവ് കുറച്ച് കുറഞ്ഞാൽ നമുക്ക് നല്ല കളറാണ് കേട്ടോ വേണ്ടത്. പിന്നെ നമുക്ക് വേണ്ടത് പാകത്തിന് ഉപ്പാണ്. അപ്പോൾ ആദ്യം ഞാൻ കുറച്ച് ഉപ്പ് എടുത്തപ്പോൾ കുറച്ച് കുറവ് തോന്നിയപ്പോൾ ഒരു നുള്ളും കൂടി ഉപ്പ് പിന്നെയും ചേർത്തതാണ്. അത് ഞാൻ 2 വട്ടം ഇട്ട് കൊടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് എന്താണെന്ന് കരുതേണ്ട, 2 വട്ടം ഇട്ട് കൊടുത്തത് ഉപ്പ് തന്നെയാണ് കേട്ടോ. ഇനി നമുക്ക് നല്ലോണം ഇതേപോലെ ഒന്ന് മിക്സ് ചെയ്തിട്ട് ഒരു 5 മിനിറ്റ് മാറ്റി വെക്കുക. അതിന് ശേഷം നമുക്കൊരു ചട്ടി അടുപ്പത്ത് വെച്ചിട്ട് അതിലേക്ക് ഞാൻ വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് അത് നല്ലോണം ചൂടായി വരുമ്പോൾ അതിലേക്ക് നമ്മൾ കായം പറ്റി വെച്ച ചിക്കൻ ചേർത്ത് കൊടുക്കുക. എന്നിട്ട് തീ കുറക്കേണ്ട ആവശ്യമൊന്നുമില്ല, നല്ല തീ തന്നെ നമുക്കിതൊന്ന് പൊരിച്ചെടുക്കണം കേട്ടോ. അപ്പോൾ ഇതേപോലെ തന്നെ ചിക്കൻ ഇട്ട് കൊടുത്ത് നല്ലോണം ഇളക്കി കൊടുക്കുക. ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്കിതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ചേർക്കണം. അപ്പോൾ നമ്മൾ കായം തേക്കുമ്പോൾ മഞ്ഞൾപ്പൊടി ഇടാതെ ഈ സമയത്ത് മഞ്ഞൾപ്പൊടി ഇടാൻ കാരണം ഈ സമയത്ത് മഞ്ഞൾപ്പൊടി ഇട്ടാൽ ചൂടായ എണ്ണയിലേക്ക് മഞ്ഞൾപ്പൊടി ഇട്ടാൽ നല്ലൊരു കളറ് കിട്ടും ചെയ്യും. നമ്മളെ ചിക്കൻ പെട്ടെന്ന് ക്രിസ്പി ആയി കിട്ടും ചെയ്യും കേട്ടോ. അപ്പോൾ ഇതേപോലെ മഞ്ഞൾപ്പൊടി ചേർത്ത് നമ്മൾ നല്ല തീയത്തിനെ തിരിച്ച് മറിച്ചിട്ടൊക്കെ ചിക്കൻ ഒന്ന് വേവിച്ച് നല്ലൊരു കളറാക്കി എടുത്തുക്കണം കേട്ടോ. അപ്പോൾ ഇതേപോലെ നല്ലൊരു മൊരിഞ്ഞൊരു കളറായി നമുക്ക് കിട്ടിയിരിക്കണം. ഇനി നമുക്കിത് വാങ്ങിയിട്ട് ശേഷം കുറച്ച് നേരം ഒന്ന് ചൂടാറാനും വേണ്ടി മാറ്റി വെക്കണം. അപ്പോഴേക്കും നമുക്കൊരു പത്തിരി തയ്യാറാക്കണം. അതിന് വേണ്ടിയിട്ട് നമുക്ക് കല്ലിൽ കുറച്ച് പൊടി ഇട്ടിക്കണം. എന്നിട്ട് നമ്മൾ ഉണ്ടാക്കി വെച്ച ആ പൊടി ഒന്നും ഇങ്ങോട്ട് പൊന്തി വന്നിക്കണം. അതൊന്നും കൂടി ഇതേപോലെ ഒന്ന് കുഴച്ച് കൊടുക്കുക. അതിനുശേഷം നമ്മൾ പൊടി ഇട്ട കല്ലിലേക്ക് ഈ കുഴച്ച് വെച്ച മാവൊന്ന് ചേർത്ത് കൊടുക്കുകയാണ്. എന്നിട്ട് മാക്സിമം നമുക്ക് കൈ കൊണ്ട് ഇതേപോലെ കൈപ്പത്തിരിയൊക്കെ ചൂടാൻ മതി ആദ്യം ഇതേപോലെ ഒന്ന് അമർത്തി കൊടുക്കുക. പിന്നെ നമുക്ക് പിന്നെ പത്തിരിക്കോയിൽ വെച്ചിട്ട് നല്ലോണം ഒന്ന് പരത്തി നല്ലോണം കനല്ലാത്ത രൂപത്തിലാക്കിയെടുക്കണം. കല്ല് നിറച്ചിട്ട് കനല്ലാത്ത രൂപത്തിലൊന്ന് ആക്കിയെടുക്കുകയാണ് കേട്ടോ. ഇനിയിപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ പരത്താൻ ബുദ്ധിമുട്ടാണെങ്കിൽ ചെറിയ കഷ്ണങ്ങൾ ഇതേപോലെ ചെറിയ ഉരുളകൾ എടുത്തതിന് ശേഷം നമുക്കൊരു ബൂരിൻ്റെ വലുപ്പത്തിൽ പരത്തിയെടുത്താലും കുഴപ്പമൊന്നുമില്ല. ഇതേക്കാരൊക്കെ ഒന്നും കൂടി എളുപ്പം വലിയ പത്തിരി പരത്തിന് ശേഷം ഇതേപോലെ മൂടി വെച്ചിട്ട് നമ്മൾ മുറിച്ചെടുക്കുകയാണെങ്കിൽ പെട്ടെന്ന് തീരും. അപ്പോൾ നമ്മൾ ഫസ്റ്റിന് ഒരു 5 എണ്ണമാണ് മുറിച്ചെടുത്തുക. ഇനി മാവ് കഴിയുന്നത് വരെ നമുക്ക് പരത്തി മുറിച്ചു അങ്ങനെ ചെയ്തെടുക്കാം. ഇനി നമുക്ക് ചൂടായ കറിയിലേക്ക് ഇട്ടിട്ട് ശേഷം ഇത് നല്ലോണം വേവിച്ചെടുക്കണം കേട്ടോ. അപ്പോൾ നല്ലോണം കുബൂസൊക്കെ സാധാരണ നമ്മൾ വേവിച്ചെടുത്തിട്ട് ഒന്നും കൂടി കൂടുതലായിട്ട് നമ്മൾ വേവിച്ചെടുക്കാൻ കാരണം നോമ്പൊക്കെ ആയതുകൊണ്ട് തന്നെയാണ്. ഇപ്പോൾ അത്യാവശ്യത്തെ തിരിച്ചു മറിച്ചൊക്കെ ഇട്ടപ്പോൾ അത്യാവശ്യമൊക്കെ പൊന്തി വന്നിക്കണം. നമ്മൾ കൂടുതലായിട്ട് ഈസ്റ്റ് ചേർക്കണമെങ്കിൽ നല്ലൊന്ന് പൊക്കളായിക്കാണ്ട് ഒരു ബണ്ണ് പോലെ ആയി കിട്ടും കേട്ടോ. അപ്പം നോമ്പായതുകൊണ്ടാണ് നമ്മൾ അധികം ഈസ്റ്റൊന്നും ചേർക്കാത്തത്. ഇനി ഇതുപോലെ തന്നെ നമുക്ക് എല്ലാം നല്ലോണം ഒന്ന് വേവിച്ച് തന്നെ എടുക്കുക. വെന്ത് ശേഷത്തിന് ശേഷം നമുക്ക് ഫുള്ളായിട്ട് ഇതുപോലെ തന്നെ ഒന്ന് വേവിച്ചൊന്ന് മാറ്റി വെക്കണം. അപ്പോൾ ഇതൊക്കെ ഒന്ന് വെന്ത് നല്ലോണം ഒന്ന് വെന്നിക്കണേ. ഇനി നമുക്കൊന്ന് മാറ്റി ഒരു പാത്രത്തിലേക്ക് ഒന്ന് മാറ്റി വെക്കുകയാണ്. അതിനുശേഷം നമ്മൾ ചിക്കൻ ഒന്ന് ചൂടാറി വന്നിക്കണം. അതിലേക്ക് നമുക്ക് നീളത്തിലരിഞ്ഞ ക്യാരറ്റ്, കനം കുറച്ച് നീളത്തിലരിഞ്ഞ ക്യാരറ്റ് കുറച്ച് ചേർത്ത് കൊടുക്കുക. പിന്നെ വളരെ കുറച്ച് ക്യാരറ്റിന് കക്കരി ചേർത്ത് കൊടുക്കുക കേട്ടോ. കക്കരി ഇല്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല. കക്കരി ഇട്ടാൽ നല്ലൊരു ഷവർമൻ്റെ ടേസ്റ്റാണ്. പിന്നെ അതിലേക്ക് 2 സ്പൂൺ ചെറിയ 2 സ്പൂൺ തക്കാളി സോസ് ഒഴിച്ചെടുത്തിക്കണേ. പിന്നെ കുറച്ച് വലിയ സ്പൂൺ 2 സ്പൂൺ മയോനീസാണ് ഞാൻ ചേർത്ത് കൊടുത്തിരിക്കുന്നത്. നമ്മൾ വീട്ടിലുണ്ടാക്കിയത് തന്നെയാണ്. വീട്ടിലുണ്ടാക്കുന്ന മയോനീസിന് എന്താ പ്രത്യേകത എന്ന് ചോദിച്ചാൽ നമ്മൾ വീട്ടിലുണ്ടാക്കുന്ന മയോനീസിങ്ങാട്ടി കുറച്ചും കൂടി ലൈറ്റ് ടേസ്റ്റാണ് പീടിയിൽ നിന്ന് വാങ്ങണ മയോനീസിന് കിട്ടും. ഇനി നമുക്കത് കൂട്ടൊക്കെ റെഡി ആക്കണം. നമ്മൾ ഉണ്ടാക്കി വെച്ച പത്തിരി ഓരോന്ന് എടുക്കുക. അതിലേക്ക് കുറച്ച് ക്യാരറ്റ്, വളരെ കുറച്ച് ക്യാരറ്റ് എടുക്കുക. നമ്മൾ ഉണ്ടാക്കി വെച്ച കൂട്ടൊന്ന് വെച്ച് കൊടുക്കുക. ഇനി നമുക്ക് പോരാതെ ഇതേപോലെ ഒന്ന് തുറന്ന് പോരാതെ വെക്കാനും വേണ്ടിയിട്ട് നമ്മളൊരു സ്റ്റിക്ക് വെച്ച് ഇതേപോലെ ഒന്ന് കുത്തി വെച്ച് കൊടുത്താൽ നമ്മളെ പലഹാരം ഇവിടെ റെഡി ആയിക്കണേ. വളരെ സിമ്പിളാണ് ഉണ്ടാക്കാൻ. അപ്പോൾ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കുക. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ ഷെയർ ചെയ്യാനും മറക്കരുത്. അതുപോലെ തന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കണേ.